ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ. രാവിലെ തന്നെ നമ്മൾ ഇതാ എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. ബിജോണിനും കൊടുത്തു കേട്ടോ. അപ്പൊ ബിജോണിന് ആ സമയത്തേക്ക് മീൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ നമുക്ക് ഇന്ന് പൂരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്ക് കിഴങ്ങ് ഞാനെടുത്ത് കുറച്ച് വേവിച്ചായിരുന്നു. അപ്പൊ കിഴങ്ങിന്റെ ആകുമ്പോൾ ഇവർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഇതാ പൂരിക്ക് എല്ലാം കുഴച്ച് വെച്ചു. കുഴച്ച് വെച്ച് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ അതിന്റെ തൊലിയൊക്കെ പൊളിച്ചു റെഡിയാക്കി. പിന്നെ ഇവർക്ക് നമുക്കറിയാലോ, നമുക്ക് ആര്യാസിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കിഴങ്ങ് കറി, അതായത് ആ ഒരു രീതിയിലാണ് ഞാൻ കിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഉണ്ടാക്കാറുള്ളത്. അത് പിജോണ്ട് മീനൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ. മീനൊക്കെ മേടിച്ചോണ്ട് വന്ന് വെട്ടുവാണ്. വെട്ടുന്നല്ല, കഷ്ണം മീനായിരുന്നു. അത് വലിയൊരു തുണ്ടനായിട്ടാണ് മേടിച്ചത്. എന്നിട്ട് അതെല്ലാം കഴുകി അല്ല മുറിച്ചു കഴുകി എല്ലാം രണ്ടായിട്ട് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു. പിന്നെ വറക്കുന്ന ഒരു മീൻ ഉണ്ടായിരുന്നു, അതെടുത്തു എല്ലാം അരച്ച് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ പോവാണ്. അപ്പൊ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു, പിന്നെ കടുകിട്ടു, പിന്നെന്താ വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. പിന്നെ ഇത് നേരെ കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലയും മാത്രമേ അതിലെടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ പാകത്തിനെടുക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഇതാവും കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് കണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ്. നമ്മൾ പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അപ്പൊ പൂരി ഒരു 10-16 പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാക്ക കരയുന്ന സൗണ്ട് കേൾക്കുന്നതാക്കി ഞാൻ പുറത്ത് നിന്നാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. നമുക്ക് ചായ ഇടണമായിരുന്നല്ലോ. അപ്പൊ ചായക്കുള്ള പാലും എല്ലാം കാര്യങ്ങളെല്ലാം അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം പൂരി ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആവുന്നേ ഉള്ളൂ. അപ്പൊ പൂരി ഉണ്ടാക്കാൻ എണ്ണ ചൂടായി പൂരി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പൂരിയും കറിയും റെഡിയായി. ചായക്ക് പാലെടുപ്പേ ഇരിക്കുന്നു. അതിനുശേഷം ചായ ഉണ്ടാക്കി, ചായ എല്ലാം ഊറ്റി വെച്ചു, എല്ലാം റെഡിയായി. പക്ഷെ പിള്ളേർ രണ്ടും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനും ബിജുവിനും കൂടെ രാവിലെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറെല്ലാം അടുപ്പിലോട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇനി മീൻ വറക്കാനുണ്ട്. പിന്നെ മുരിങ്ങക്കായും മാങ്ങയും കൂടിയാണ് ഇന്നത്തെ ചാറ്. അപ്പൊ ബിജുനും പറഞ്ഞു ഇന്ന് അങ്ങനെ ഇരിക്കട്ടെ, അപ്പൊ മീൻ കറിയുള്ളത് രാത്രിത്തേക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞേക്കും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആയിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ, സി യു.